അപ്പോൾ റോപ്പ് വേയിൽ കയറിയേക്കട്ടാ. റോപ്പ് വേയിൽ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോപ്പ് വേ എന്ന് പറയുമ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിലത്തെ റോപ്പ് വേ ആണ് കേട്ടോ. അതേ ആൾക്കാർ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഞാനത് എടുത്തില്ല. ഇത് ഇങ്ങനെ ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഒരു റൗണ്ട് ഉണ്ട് ശരിക്കും. റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരാം നമുക്ക്. അത് കാരണം നമുക്ക് കുഴപ്പമില്ല. ഇതേ ഒരു കാലി കൊണ്ടിട്ടവര് അത് എന്തോ കാലിയായിട്ട് ഈ രണ്ടാൾ ആണ്. അല്ലെങ്കിൽ ഒരാൾക്ക് പോവാം. ഒരാൾക്ക് 71 രൂപ വെച്ചിട്ട് അങ്ങനെയാണ് ചാർജ് ചെയ്യണത്. എത്ര ആളായാലും ഇപ്പം 5 ആളുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് വെച്ചിട്ട് രണ്ടാടി കൂടെ റോഡ് കൊണ്ടിട്ടാ. നമ്മളിപ്പോൾ ഹെലികോപ്റ്ററിൽ പോണ പോലെ തന്നെയാണ്. നോക്കിയേ, ഹെലികോപ്റ്ററിൽ കാഴ്ച പോലെ തന്നെ. അല്ലാണ്ട് എന്തൊക്കെ ഹെലികോപ്റ്ററിലായാലും ഇങ്ങനെയല്ലേ ഒരാട്ടം കിട്ടാ. നമ്മളൊരു ഫോൺ കയ്യിലെടുക്കായിരിക്കുമെന്ന് പറഞ്ഞാൽ, പക്ഷേ എന്താണെന്നറിയോ, പേടിയെന്ന് പറഞ്ഞാൽ ഫോൺ താഴ്ത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തപ്പിയെടുക്കാനായിട്ട് കിടന്ന് പരക്കം പായില്ലേ. അത് കാരണം ഫോണ് സൂക്ഷിച്ചിട്ട് ഞാൻ കൈകാര്യം ചെയ്യണേ. ഒരാൾ ഇതേപോലെ വീഡിയോ എടുക്കണ്ട. ആൾ നല്ല സൂക്ഷിച്ചിട്ട് 2 കൈയും കെട്ടി പിടിച്ചിട്ട് എടുക്കണ ഫോൺ. ഫോൺ കഴിഞ്ഞാൽ എത്രയോ, ചിലപ്പോൾ 10,000, 50,000, 70,000 വേറെ ഫോണൊക്കെ ആവില്ലേ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കിയാൽ റോപ്പേരോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ട്. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഈ മലമ്പുഴ ഡാം കാണാൻ വന്ന ആൾക്കാർ അവർക്കൊക്കെ അറിയാം. ഈ ഡാം കാണാൻ വരുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ തൽക്കാലം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഡാമിൻ്റെ പാർക്കിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ, കുറച്ച് ഏരിയകൾ ഒന്നും കയറാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇനി 6 മാസമായിട്ട് ഇത് പാർക്കിലേക്ക് കയറില്ല. ഞങ്ങൾ അറിഞ്ഞില്ല. ഇനിയിപ്പോൾ റോപ്പേയിൽ കയറിയില്ലെങ്കിൽ പിന്നെ എന്ത് ഈ ഡാം കാണാൻ വന്നിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. തുലാവർഷം അങ്ങോട്ട് പെയ്ത കാരണം ഡാം അങ്ങോട്ട് കുറച്ച് തുറന്നിട്ടുണ്ട്. ഡാമിൻ്റെ വെള്ളം ഇങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ കാണാം. ഇതിലൊക്കെ സ്കീൽ വേ എന്നൊക്കെ പറയില്ല. എന്തുകൊണ്ട് വേനായാലും നമുക്കറിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ ഒരു അനുഭവം, യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഈ റോപ്പ് വേയിൽ കയറണേട്ടാ. നമ്മളാദ്യം തന്നെ കയറുമ്പോൾ ആദ്യം വിചാരിക്കും ഇത് വീണ് പൊട്ടി കഴിഞ്ഞ് ചത്തുപോയില്ലെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കുന്ന കാര്യമില്ല. നല്ല ഫുൾ സേഫായിട്ടാണ് പോകണല്ലേ. കണക്കിന് ആൾക്കാർ കൊല്ലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. എന്തൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് പേടി പോകുള്ളൂ. നമ്മൾ കയറാൻ പോണ സമയത്താണ് വേണ്ട വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് വിടുന്ന വെള്ളത്തിൽ സൗണ്ട് കിട്ടാ. അങ്ങനെ കയറാൻ പോണ സമയത്ത് നമുക്ക് പേടിയല്ലോ. കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ല. കയറാൻ പോകുമ്പോൾ അയ്യോ ഇതങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഷെയ്ഡ് ചെരിഞ്ഞിരിക്കണം. തൊട്ട വെയിലട്ടാ. നമുക്ക് വെയിലടി കാരണം ക്യാമറയിലൊന്നും കിട്ടാനും വഴിയില്ലാന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഡാം തുറന്ന് വിട്ടുണ്ട്. എത്ര ഇഞ്ച് തുറന്ന് വിട്ടെന്നറിയില്ല. അതെന്തായാലും ഭംഗിയായിട്ട് കാണാം. നോക്കിയേ, ഡാം തുറന്ന് വിട്ടുണ്ട് കേട്ടാ. എത്ര ഇഞ്ചാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ അത് എത്ര ഇഞ്ച് വിട്ടുണ്ടെന്ന്? അതായത് 4 ഷട്ടറും തുറന്നുണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ തുറന്നുണ്ടാവുമോ നോക്കി നോക്കിയേ. അളക്കാൻ പറ്റുമോ എല്ലാവർക്കും? കൊണ്ട് അല്ലേ മൈൻഡ് അല്ലേ. സ്ലോവിൽ ഇങ്ങനെ നമുക്ക് കണ്ട് ഇങ്ങനെ പോവാം. റോപ്പേൽ കണ്ട വെള്ളം താഴ്ത്തേക്ക് ഇങ്ങനെ ഒഴുകി പോണ വഴി ഉള്ളില് രസമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. 71 രൂപയല്ലേ ഒരു ഇതാണ് പാർക്കിലത്തെ യക്ഷീര വളം എന്ന് പറഞ്ഞത്. അതിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നാലും കാണാൻ പറ്റില്ലോ. അങ്ങനെ കാണാൻ പറ്റില്ല. കണ്ടില്ലേ, അതാ യക്ഷീര നിങ്ങൾ കാണുന്നില്ലായിരിക്കില്ല. അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത കഴിയാറായി. നമ്മൾ ആ സൈഡ് അങ്ങോട്ട് കവർ ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നൊരു കയറ്റം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാശിന് 71 രൂപ വരെ അവരുടെ ജോലി കഴിഞ്ഞു. നമ്മളവിടെ എത്തി കഴിഞ്ഞു. ഒറ്റയ്ക്ക് ഇരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് 5 ആളായിരുന്നു. അതിൽ 4 ആൾ അവർ 2 ആളായിട്ടിരുന്നു. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഞാനെൻ്റെ കാരണല്ലേ എനിക്ക് പേടിയെന്ന് പറഞ്ഞു
കയറി ഞാൻ ഒരു പേടിയില്ല കേട്ടോ. എനിക്ക് സഖ്യപർവ്വത നിരകൾ എന്നൊക്കെ പറയുന്ന പോലെ പർവ്വത നിരകൾ ദേ ഇവിടെ ഇങ്ങനെ ചുറ്റും പർവ്വത നിരകളാണ് കേട്ടോ അവിടെ. ഒരു പേടിയില്ല. അതേപോലെ ഒരാൾ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് അയാൾ ഇതേപോലെ 5 ആളിൽ പെട്ടതാണെന്ന് അറിയില്ല, അവിടെ ഒറ്റയ്ക്ക് വന്നാണെന്ന് അറിയില്ല. ഇവിടെ നോക്കിയാൽ പൂക്കളൊക്കെ ഇതിങ്ങനെ ആർക്കോ വേണ്ടി എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ ഇതേ പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഈ പാലപ്പൂവുകൾ, മൊസാമ്പി പൂവ്, അങ്ങനെ പൂവുകൾ, ഇതേ വനകൾ ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാണിത് തുറന്നു വിടാന്ന് പറയാൻ പറ്റില്ല. അവിടെ ജോലിക്കാരൻ പറഞ്ഞത് 4 മാസത്തിനുള്ളിൽ തുറക്കുന്നത്. അതേ വീണ്ടും നമുക്ക് ഡാം തുറന്നത് ഈ സൈഡിൽ കൂടെ ഒന്നുകൂടി കാണാം. എന്നൊക്കെ കുഴപ്പമില്ല അല്ലേ, നല്ല ഒരു ഇതുണ്ട്. ആ ഡാമിൻ്റെ ഇവിടെ സൈഡിൽ കൂടെ 2 മലകളിങ്ങനെ തല പൊക്കി നിൽക്കുന്നുണ്ട്. അതിൽ നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന പോലെ ഒരു മല ഇത്തിരി പൊക്കത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടാ. അതിനേക്കാളും പൊക്കത്തിലൊരു മല നിൽക്കണണ്ട. അത് എന്തോ ഒരു ഇതിലെ ആൾ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് തോന്നണേ. മലകൾ വലുതാവോ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. ആ ഓക്കെ. അതേ ഇപ്പുറത്തുണ്ട് അതേപോലെ അതിനേക്കാളും ഉയരത്തിലുള്ള ഇങ്ങനെ 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 നീണ്ടു നിൽക്കണ മലകളുണ്ട്. ഏകദേശം അവിടെ എത്താറായിട്ടാണ് നമ്മളിതിപ്പോൾ ഇപ്പോൾ ഒന്ന് സ്ലോ ആയിൻ്റെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇറക്കി വിടണ തിരക്കിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചിങ്ങനെ വയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ആൾക്കാർ കയറുമ്പോൾ അവരൊന്നും ബ്ലോക്ക് ചെയ്യണത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ നോക്കിയാൽ തുറന്ന് വിട്ടത് നോക്ക്, നമ്മുടെ ഷട്ടർ തുറന്ന് വിട്ടതിൻ്റെ ഇനിയുള്ള കാഴ്ച ഇവിടുന്ന് നല്ല രസമായിട്ട് വീണ്ടും കാണാം. ഈ സൈഡിൽ കൂടെ സൈഡ് കാഴ്ച എന്ന് പറയില്ലേ, അതന്നെ സൈഡ് കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ മലമ്പുഴ ഡാമിൻ്റെ ഈ ഇവിടെ വന്ന കാഴ്ച ഞാനിപ്പോൾ അത് വീഡിയോയിൽ പകർത്തി കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇത് ഇഷ്ടം പോലെ ആൾക്കാർ മലമ്പുഴ ഡാം കണ്ടിട്ടുള്ളതാണല്ലോ. നമുക്കറിയാം. ഞാൻ ഈ മലമ്പുഴ ഡാമിലേക്ക് വന്നത് എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് വന്നതെന്ന് എനിക്കൊരു ഓർമ്മ. അന്ന് വന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 30 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. നമ്മളിനിപ്പോൾ ഈ മലമ്പുഴ ഡാമിലേക്ക് ഇനി 30 കൊല്ലം കഴിഞ്ഞിട്ട് വരണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് എത്തും. ഇപ്പോൾ ഏകദേശം നമ്മളിത് ഇവിടെ എത്താറായിട്ടുണ്ട്. ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റേഷനാണ് അത്. അവിടെ നമ്മൾ പതക്കൊന്ന് ചാടി ഇറങ്ങി പോയാൽ മതി. മലമ്പുഴ ഡാമിലേക്ക് ഇതേ പോണത് ശരിക്ക് പാർക്കിലേക്ക് പോണ വഴിന്ന് കണ്ട കുറച്ച് ആൾക്കാരൊക്കെ അതിലേ പോകണുണ്ടില്ലേ. അത് അവർ ഡാമിലേക്ക് പോണ വഴിയാണത്. പക്ഷെ അതൊക്കെ അതേ ഗേറ്റ് അടിച്ചേക്കുക. ഗേറ്റ് കാണണ്ടോന്നറിയില്ല.